ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ പരിപാടികളിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളെ വിമർശിച്ച സമസ്ത കേന്ദ്ര മുഷാവറ അംഗത്തെ ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കിയതിൽ അണികളിൽ അമർഷം. പട്ടിക്കാട് ജാമിയ നൂരിയ അധ്യാപകനായ അസ്കർ അലി ഫൈസിയെയാണ് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ പുറത്താക്കിയത്. രാജാവ് നഗ്നനെന്ന് പറയുമ്പോൾ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കാതെ അത് ചൂണ്ടിക്കാട്ടുന്നവരെ ശകാരിക്കുന്നത് നല്ലതല്ല എന്നാണ് നേതൃത്വത്തിന് ലഭിക്കുന്ന ഉപദേശം. ജാമിയ നൂരിയ കോളേജിലെ പ്രധാന പദവിയിലുള്ള അധ്യാപകനായിരുന്നു അസ്കർ അലി ഫൈസി. ഇസ്ലാമിലെ നവീനവാദികളെന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമികളുടെ പരിപാടികളിൽ സാദിഖ് അലി തങ്ങൾ നിരന്തരം പങ്കെടുക്കുന്നതിനെ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം എതിർത്തിരുന്നു. എന്നാൽ വിമർശനങ്ങളെ സാദിഖ് അലി തങ്ങൾ മുഖവിലക്കെടുത്തില്ല. സമസ്തയുടെ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് സാദിഖ് അലി തങ്ങൾ. സമസ്ത എന്നും എതിർക്കുന്നവരുമായി സാദിഖ് അലി തങ്ങൾ സഹകരണം തുടർന്നതോടെയാണ് കേന്ദ്ര മുഷാവറ അംഗമായ അസ്കർ അലി ഫൈസി വിമർശനം ഘടിപ്പിച്ചത്. ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടതെന്നും എല്ലായിടത്തും കയറി നിറങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണെന്നും SKSSF ആദർശ സമ്മേളനത്തിൽ വെച്ച് അസ്കർ അലി ഫൈസി പ്രസംഗിച്ചു. വിമർശനം സാദിഖ് അലി തങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പ്രചാരണം വന്നതോടെ അസ്കർ അലി ഫൈസിയെ ജാമിയ നൂരിയിൽ നിന്നും പുറത്താക്കി. ആദർശത്തെ മുറുകെ പിടിക്കണമെന്ന് പ്രസംഗിച്ചതിന് അസ്കർ അലി ഫൈസിക്കെതിരെ നടപടിയെടുത്തത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഒരു വിഭാഗം കരുതുന്നു. അപമാനിച്ചതിനെതിരെ പ്രതിഷേധ സംഗമം നടത്താനും തീരുമാനമുണ്ട്. ജാമിയ നൂരിയ നടപടിക്കെതിരെ SKSSF മഖാമ്പടി യൂണിറ്റും രംഗത്തെത്തി. രാജാവ് നഗ്നനാണെന്ന് പറയുമ്പോൾ നഗ്നത മറയ്ക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് വിമർശനം. സമസ്തയുടെ സ്ഥാപനമായതുകൊണ്ടാണ് ജാമിയ നൂരിയെ വളർത്തിയതെന്നും രാഷ്ട്രീയക്കാർക്ക് തന്നിഷ്ടം നടത്താനുള്ളതല്ലെന്നും ഉപദേശമുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ജാമിയ നൂരിയുടെയും പ്രസിഡന്റ്. ലീഗ് സമസ്ത തർക്കത്തിന്റെ തുടർച്ചയാണ് പുതിയ സംഭവവികാസങ്ങളെന്നാണ് വിലയിരുത്തൽ. ജനം, കോഴിക്കോട്.